ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ മോൺഫോർട്ടിൻ്റെ ക്രമമനുസരിച്ച് നമ്മൾ ഈ ഒരുക്ക ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഒന്നാം ഘട്ടം അവസാനിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിലേക്ക് ഇന്നു മുതൽ നമ്മൾ പ്രവേശിക്കുന്നു. രണ്ടാം ഘട്ടത്തിൻ്റെ ആദ്യത്തെ വിചിന്തന വിഷയമായിട്ട് നമ്മൾ എടുക്കുന്നത് തന്നിൽ ആശ്രയം വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ്. നാം നമ്മിൽ തന്നെ ആശ്രയം വയ്ക്കാതിരിക്കുക. മനുഷ്യനിൽ ശ്രേഷ്ഠമായിട്ട് എന്താണ് ഉള്ളത്? നമ്മൾ എത്ര നാള് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമെന്നുള്ള ഒരു വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിന് ഉത്തരം തേടാനൊന്ന് പരിശ്രമിച്ചാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ നിസ്സാരതയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര നാൾ കൂടെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു 30 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മളിൽ എത്ര പേര് ബാക്കിയുണ്ടാകും? 30 എന്നൊക്കെ പറഞ്ഞത് എല്ലാവർക്കും ഒന്ന് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയാണ്. അത്രയൊന്നും വേണ്ട, നമുക്കറിയാം. ഇനി ഒരു 30 വർഷം മുമ്പ് മരിച്ചുപോയ എത്ര പേരെ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട്? 30 എന്നൊക്കെ പറഞ്ഞത് എല്ലാവർക്കും ഒന്ന് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഇത്രയും നിസ്സാരമാണ് നമ്മളുടെ ജീവിതം. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ഏറ്റവും മനോഹരമായ ഒരു രംഗം ഇതുമായി ബന്ധപ്പെടുത്തി ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് തുടങ്ങുന്നിടത്താണ്. സൃഷ്ടിയുടെ മകുടമായി ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. എന്നിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ അതുവരെയും നല്ലതാണ് എന്നാണ് പറയുന്നത്. വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യൻ വളരെ നല്ലതാണ് എന്ന് ദൈവം കണ്ടു. എന്നിട്ട് ഒരു കാര്യം അത്ര നല്ലതല്ല എന്ന് ദൈവം കാണുന്നുണ്ട്. എന്താണ് നല്ലതല്ല എന്ന് ദൈവം കണ്ടത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം കണ്ടു. എന്താണ് അതിൻ്റെ അർത്ഥം? ഏകൻ എന്ന വാക്കിനെ, അറമായ ഭാഷയിലെ വാക്കിനെ സ്വാർത്ഥൻ എന്ന് തർജ്ജമ ചെയ്യാം. സ്വാർത്ഥനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം കണ്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു ഭൂമിയുടെ എല്ലാ നന്മയും ഒരു വ്യക്തിയിലേക്ക് തന്നെ ഒതുങ്ങുന്നത് നല്ലതല്ല. ഒരു മനുഷ്യന്റെ എല്ലാ നന്മയും ആ വ്യക്തിക്ക് വേണ്ടി മാത്രമായി മാറുന്നത് നല്ലതല്ല. ഈ അർത്ഥത്തിലാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ അവന്റെ ജീവിതം കൊണ്ട് പ്രയോജനപ്പെടണം, മറ്റാർക്കെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാകണം, നമ്മുടെ അധ്വാനം കൊണ്ട്, നമ്മുടെ പ്രയത്നം കൊണ്ട് ഈ ലോകത്തിന്, മറ്റു വ്യക്തികൾക്ക് ഒക്കെ പ്രയോജനം ഉണ്ടാകണം. അവിടെയാണ് ഒരു കുടുംബത്തിന് തമ്പുരാൻ അടിസ്ഥാനം ഒരുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാളും തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നത് നല്ലതല്ല. കാരണം നിസ്സാരമായ ഒരു ജീവിതം, തീർച്ചയായിട്ടും വർഷങ്ങൾ മാത്രം നീളുന്ന ഒരു ജീവിതം, അതിനുള്ളിൽ ആർക്കെങ്കിലുമൊക്കെ ഈ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാകണം. അന്യജീവിതത്തിന് ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. സാധാരണഗതിയിൽ ബൈബിൾ മാത്രമേ സംസാരിക്കാറുള്ളൂ, എങ്കിലും ഒരു കവിതാശകലം അങ്ങനെ ഉദ്ധരിച്ചു എന്ന് മാത്രം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഭോഷ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ധനികന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്താണ് അവരുടെ ഭോഷത്വം? സമൃദ്ധമായ വിളവുണ്ടായി, നല്ല കാര്യമില്ലേ? സമൃദ്ധി ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. നമ്മുടെ അധ്വാന മേഖലയിൽ സമൃദ്ധി ഉണ്ടാകുന്നത്, ജോലി മേഖലയിൽ വളർച്ച ഉണ്ടാകുന്നത്, ബിസിനസിന്റെ മേഖലയിൽ ലാഭം ഉണ്ടാകുന്നത്, തീർച്ചയായിട്ടും ഇതെല്ലാം നല്ല നല്ല കാര്യങ്ങളാണ്. നിങ്ങളുടെ അധ്വാനത്തിന് പ്രതിഫലം ലഭിക്കേണ്ടതുണ്ട്. സോളമൻ മഹാരാജാവ് ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അവൻ ചെയ്ത വലിയ വലിയ കാര്യങ്ങളെയൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ സോളമൻ പറയുന്നുണ്ട്, ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു. എന്തൊക്കെയാണ് ചെയ്തത്? ഉദ്യാനങ്ങൾ ഉണ്ടാക്കി, ഉപവനങ്ങൾ ഉണ്ടാക്കി, എൻ്റെ കണ്ണുകൾ അഭിലഷിച്ചതെല്ലാം ഞാൻ സ്വന്തമാക്കി. ഇതെല്ലാം എൻ്റെ അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലമായിരുന്നു. ഇതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷെ എപ്പോഴാണ് ഒരാളെ ഈ നേട്ടങ്ങൾ ഭോഷത്വമാക്കുന്നത്? ഇതെല്ലാം ഒരാൾ തനിക്ക് വേണ്ടി തന്നെയാക്കി മാറ്റിവെക്കുമ്പോഴാണ്. നിത്യകാലത്തേക്കുള്ള ഒരു ജീവിതമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഇവിടെ ഞാനിങ്ങനെ നിത്യകാലം ജീവിച്ചിരിക്കും എന്ന് കരുതി നമ്മിലേക്ക് തന്നെ എല്ലാ ആശ്രയവും വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതമുണ്ട്. അവിടെയാണ് അയാൾക്ക് അബദ്ധം പറ്റിയത്. എന്തായിരുന്നു അബദ്ധം? അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവെ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു, തിന്നുകുടിച്ച് വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക, അറപ്പുരകളൊക്കെ പൊളിച്ച് കൂടുതൽ വലിയവ പണിതേക്കാം. ഇവിടെയാണ് ഭോഷത്വം ഉണ്ടായത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊന്ന് ചിന്തിക്കുക. എത്ര നാൾ കൂടെ ഈ ലോകത്തിലൂടെ നമ്മൾ കടന്നു പോകും? എത്ര നാൾ കൂടെ നമുക്ക് ആയുസ്സുണ്ട്? ദൈവം മറിച്ച് ഒന്ന് തീരുമാനിച്ചാൽ നമ്മളൊക്കെ ഇവിടെ മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും, അത്രയേ ഉള്ളൂ നമ്മൾ.
അതുകൊണ്ട് ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ചൊന്ന് ബോധ്യപ്പെടുകയും തമ്പുരാൻ നിർദ്ദേശിക്കുന്ന വഴികളിലൂടെ മറ്റു മനുഷ്യർക്ക് ഉപകാരം ഉണ്ടാകുന്ന വഴികളിലൂടെ നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു പരിശ്രമത്തിൻ്റെ പാത കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ദൈവമാതാവ് എന്ന ഒരു സ്ഥാനം ഉണ്ടായിരിക്കുമ്പോഴും ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടല്ലേ അമ്മ പോയത്. ആ സ്ഥാനം ഒരിക്കലും ഒന്ന് ക്ലെയിം ചെയ്യാൻ, അവകാശപ്പെടുത്തുവാൻ അമ്മ പരിശ്രമിക്കുന്നില്ല. അമ്മ എപ്പോഴും വിളിച്ച തമ്പുരാനെ തൻ്റെ നിയോഗത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഏറ്റവും ശാന്തയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നേട്ടങ്ങളെല്ലാം സോളമൻ പറയുന്നതാണ്, നേട്ടങ്ങളെല്ലാം ആകാശത്തിന് മുകളിലാണ്, ആകാശത്തിന് കീഴെ നേട്ടങ്ങളൊന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഇവിടെ നമുക്ക് ആശ്രയം വയ്ക്കാൻ ഒന്നുമില്ല. തമ്പുരാനിൽ ആശ്രയിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ സംഭവിക്കുന്നതെല്ലാം ദൈവഹിതപ്രകാരമാണെന്ന് തിരിച്ചറിയുമ്പോൾ കുറെ കൂടി സമാധാനത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പ്രഘോഷിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിലേക്ക് ഇറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു പരിശുദ്ധാത്മഗീതം ആലപിക്കാം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ, കേഴുവാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പന്തക്കുസ്ത പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ,
എന്നെ ചലിപ്പിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ, എന്നിൽ നിറയണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ, എന്നെ മുദ്രയടിക്കണമേ. പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, പരിശ്രമശീലം, അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ. അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ. ആമേൻ. നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ, ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിൻ്റെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ തിരുരക്തമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.